1980 അല്ലേ? 80 എന്നൊരു വർഷം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല അല്ലേ? എനിക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഫാസിൽ സാറിൻ്റെ കൈ പിടിച്ച് രണ്ടുപേരും വരുന്നു. അതെ. അതിന് മുമ്പ് ഒരു തലൈ രാഗം എന്ന് പറയുന്നത്, പക്ഷെ അത് അങ്ങനെ അറിയപ്പെട്ടില്ല. അത് ബിക്കോസ് തമിഴായതുകൊണ്ട് അറിയപ്പെട്ടില്ല. ഞാൻ പറയാം, തമിഴായതുകൊണ്ട് അറിയപ്പെട്ടില്ല. ഞാൻ അതിലേക്കും കൂടെ വരുമായിരുന്നു. തമിഴായിരുന്നു. പക്ഷെ മലയാളത്തിൽ വന്നപ്പോഴാണ് അറിയപ്പെട്ടത്. അതെ അതെ. അതിൽ രണ്ടുപേരും വരുന്നു, മോഹൻലാലും ശങ്കറും വരുന്നു അല്ലേ? രണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വരുന്നു. ഫാസിൽ സാർ കൈപിടിച്ച് ഉയർത്തിയ ഒരു കലാകാരൻ എന്ന് വേണം മലയാളത്തിൽ നമുക്ക് പറയാം. ആ യാത്ര തുടങ്ങി മൊത്തം മലയാളത്തിൽ എത്ര സിനിമ ചെയ്തെന്ന് കൗണ്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇപ്പോൾ 200 ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് പോയി. ബിക്കോസ് ഞാൻ ആ സമയത്ത് തന്നെ അന്ന് 28 പടം 27 പടമൊക്കെ വർഷം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. ഒരു വർഷം അങ്ങനെ 3 വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പേയൊക്കെ 15 പടം 16 പടം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന ആ കാലഘട്ടമായതുകൊണ്ട് നമുക്ക് ഇത്ര സിനിമ ചെയ്യാം. ഇനി പറ്റില്ല. ഇനിയിപ്പോൾ വരുന്ന ആർട്ടിസ്റ്റുകൾക്കൊന്നും അവരുടെ ഒരു ലൈഫ് സ്പാനിൽ 100 പടം 110 പടമൊക്കെ കുറവ്. ബിക്കോസ് ടൈം എടുത്താണല്ലോ ഇന്ന് സിനിമ ചെയ്യുന്നത്. അന്ന് 15 ദിവസം ഡേറ്റ് കൊടുത്തു, അവിടെ പോയി അഭിനയിച്ചു, തിരിച്ചു വന്നു, അടുത്ത പടത്തിലേക്ക് ഓടി. അല്ലെങ്കിൽ നമ്മൾ 3 ഹീറോസ് ആയിരിക്കും, അപ്പോൾ 10 ദിവസം മതിയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു. പക്ഷേ ഇന്ന് സിനിമയൊക്കെ മാറിപ്പോയില്ലോ.